പമ്പയുടെ പടിഞ്ഞാറേ തീരത്തുള്ള മതംഗ വനത്തിലാണ് ശബരി എന്ന വൃദ്ധ തപസ്വിനി വസിച്ചിരുന്നത്. മതംഗമുനിക്ക് വേണ്ടി കായികനികൾ പറിച്ചു ക്ഷീണിച്ച ശിഷ്യന്മാരുടെ വിയർപ്പ് ഭൂമിയിൽ വീണപ്പോൾ അതെല്ലാം പുഷ്പങ്ങളായി മാറിയത്രേ. അവയൊന്നും വാടിപ്പോകില്ല. അത്രയ്ക്കും ദിവ്യത്വമുള്ള മുനീശ്വരന്മാരെ പരിചരിച്ചു വരികയായിരുന്നു ശബരി. ശ്രീരാമലക്ഷ്മണാദികൾ അവിടെ എത്തി ശബരിയുടെ ഉപചാരം ഏറ്റുവാങ്ങിയതിനു ശേഷം ആശ്രമം നടന്നു കാണുന്ന അവസരത്തിൽ ശബരിയുടെ ആചാര്യന്മാർ പൂജ ചെയ്യാൻ ഉപയോഗിച്ച പുഷ്പങ്ങൾ വർഷങ്ങൾ കഴിഞ്ഞിട്ടും പാടാതെ കിടക്കുന്നതും തോലുവാൻ വിരിച്ചിട്ട മരവിരി ഇത്രയും കാലമായിട്ടും ഉണങ്ങാതെ കിടക്കുന്നതും കണ്ടു. അവരുടെ യാഗത്തിന്റെ പ്രഭാവത്തിൽ യാഗവേദികൾ അതുല്യ പ്രഭയോടുകൂടി തന്നെ വർത്തിക്കുന്നു. വ്രതവും തപസ്സും കൊണ്ട് ക്ഷീണിതരായ മുനീശ്വരന്മാർക്ക് എത്തിപ്പെടാനാകാത്തതിനാൽ 7 സമുദ്ര തീർത്ഥങ്ങൾ അവർ വിചാരിച്ച നിമിഷത്തിൽ അവിടെ എത്തിച്ചേർന്നു. ശ്രീരാമൻ ചിത്രകൂടത്തിൽ എത്തിയ സമയത്ത് ശബരിയുടെ ആചാര്യന്മാർ സ്വർഗലോകത്ത് പോയി. ശ്രീരാമനും ലക്ഷ്മണനും ഈ സ്ഥലത്ത് എത്തുമ്പോൾ അവർക്ക് ഉപകാരം നൽകി ആദരിച്ച ശേഷം ശബരിക്ക് മോക്ഷം ലഭിച്ച് അവരുടെ അടുത്തെത്താൻ സാധിക്കുമെന്ന അനുഗ്രഹത്തെ തുടർന്ന് ശബരി ശ്രീരാമന്റെ വരവ് കാത്തിരിക്കുകയായിരുന്നു. ശ്രീരാമനെ പൂജിച്ച് വണങ്ങിയ ശേഷം ശബരി ശരീരം അഗ്നിപ്രവേശം ചെയ്ത് മോക്ഷം നേടി ദിവ്യരൂപിണിയായി മുനീശ്വരന്മാരുടെ അടുത്തേക്ക് തന്നെ പോയി.